വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിയാമൻ. അപ്പോൾ ഇന്ന് എൻ്റെ DIY മാസ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ DIY മാസ്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മാസ്ക് അല്ല ഫോർ എവറായിട്ട് യൂസ് ചെയ്തിരുന്നത്, പക്ഷേ എനിക്ക് നല്ല റിസൾട്ടൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങൾക്കും കൂടി ഈ മാസ്ക് പരിചയപ്പെടുത്തി തരാമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് വെറും 3 ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ. അതും നമ്മളതിലൊക്കെ ഓൾമോസ്റ്റ് സ്കിൻ കെയർ ഇച്ചിരി ചെയ്യുന്നവരിലൊക്കെ എന്തായാലും ഉണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ ഇത് 3 കൂടി ഒരുമിച്ച് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ 4 ഇൻഗ്രീഡിയൻറ്റ് വരുന്നുണ്ട്. എന്തായാലും 4 കൂടി ഒരുമിച്ച് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പം ഇപ്പം എൻ്റെ ഫേസ് സത്യം പറഞ്ഞാൽ ഇച്ചിരി ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, കാരണം വെച്ചാൽ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. ഞാൻ ത്രെഡ് ചെയ്യാതാകുമ്പോൾ എൻ്റെ ഫേസ് നല്ല ഡിഫറൻസ് വരും. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്യണം കുറേ ദിവസമായിട്ട് ത്രെഡ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷേ സമയം കിട്ടിയില്ല ഗൈസ്. വേറെ ഒരു പണിയില്ല. ഇനി ഞാൻ വീട്ടിൽ കിടന്ന് ഉറക്കം തിന്ന ഇത് തന്നെയാണ്. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല, കാരണം ഞാൻ എണീക്കുന്നത് വളരെ ലേറ്റായിട്ടാണ്. ഞാനൊരു രാവിലെ 6 മണിക്ക് വരെ ഇരുന്ന് സിനിമ കണ്ടിട്ട് പിന്നീട് കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഞാൻ എണീക്കാൻ 4 മണിയാവും. അപ്പോൾ എനിക്ക് ഒട്ടും ടൈം കിട്ടുന്നില്ല, കാരണം ഞാൻ എണീച്ച് ഒന്ന് റെഡിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് സലൂൺസൊക്കെ അടച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ എന്തായാലും ഉടനെ തന്നെ ത്രെഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഞാൻ ഒരു മന്ത്ലി വൺസ് ബ്ലീച്ച് ചെയ്യാറുണ്ട് ഫേസ്. അത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഷേവ് ചെയ്തിട്ടില്ല, റേസർ വെച്ചിട്ട് ഷേവ് ചെയ്തിട്ടില്ല. കാരണം എനിക്കറിയില്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് റേസർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജെല്ലോ മോയ്സ്ചറൈസർ എന്തിട്ട് റേസർ വെച്ച് ചെയ്താലും എനിക്കൊരു ഇറിറ്റേഷൻ വരും. അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. ഞാൻ ബ്ലീച്ച് തന്നെയാണ് ഇപ്പോഴും ചെയ്യാറ്. പലരും നല്ലതാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസിൽ ഒരു പ്രാവശ്യം നിച്ചു ചെയ്തൊക്കെ നോക്കിയായിരുന്നു, പക്ഷേ നല്ലതായിരുന്നില്ല. സോ ഞാൻ എന്തായാലും നമ്മുടെ DIY മാസ്കിലോട്ട് പോവാണ്. അപ്പം മാസ്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഈ ഒരു 3 സാധനമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ ആദ്യം എടുക്കുന്നത് മുൾട്ടാനി മിട്ടിയാണ്. ഈ മുൾട്ടാനി മിട്ടി എൻ്റെ ഷോർട്സ് കാണുന്നവർ പലരും കണ്ടിട്ടുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ച് തീരാനായി ഗൈസ്. എനിക്ക് വിഷമമാണ് ഗൈസ്. ഇത് തീർന്ന് ഞാൻ മിക്കവാറും നല്ല ഫോട്ടോ വെച്ച് പോയിട്ട് ഇതിൻ്റെ ഒറിജിനൽ കാണും. ഇക്കാലം ഇത് ഒറിജിനൽ മുൾട്ടാനി മിട്ടി പൗഡറാണ്. ഞങ്ങളിത് ഫാമിലി ആയിട്ട് വയനാട് പോയ സമയത്ത് ഞങ്ങളിതിങ്ങനെ വഴിയോരത്ത് വിൽക്കുന്ന കണ്ട യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിൽ പക്ക ഒറിജിനലാണ്, ഫുൾ ഷുവറായിട്ട് ഒറിജിനലാണ്. പക്ഷേ ഈ ഒരു മുൾട്ടാനി മിട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു മിഠായി കൊടുത്ത സമയത്ത് ഞങ്ങൾ വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഈ പാക്ക് ഇട്ടു. ഈ മുൾട്ടാനി മിട്ടി മാത്രമായിട്ട് ഇട്ടു. ഞാനിട്ടു, റിന ഇട്ടു, മാഫ് ഇട്ടു. അതിന് ഷോർട്സ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നല്ലോണം ഗ്ലോ ആയി, നല്ലോണം ഇച്ചിരി ബ്രൈറ്റായി. പക്ഷേ മാഫൂസ് ഡള്ളായിപ്പോയി. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ബട്ട് ഒബ്വിയസ്ലി ഈ മുൾട്ടാനി മിട്ടിയുടെ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നത് ചിലരുടെ സ്കിന്ന് പിടിക്കാത്ത അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ബട്ട് ഇത് ഒറിജിനൽ മുൾട്ടാനി മിട്ടിയാണ്. ഇത് നിങ്ങൾക്ക് ഒറിജിനലായിട്ട് മുൾട്ടാനി മിട്ടി ഏത് വേണം യൂസ് ചെയ്യാവുന്നതാണ്. ഇന്ന യൂസ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമില്ല. ഏത് മുൾട്ടാനി മിട്ടി പൗഡർ ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ബ്രാൻഡ് നെയിമും ഒന്നുമില്ല, 50 റുപ്പീസാണ് ആയത്. ഈ ഒരു മുൾട്ടാനി മിട്ടി പൗഡറാണ്. പിന്നെ ഞാൻ എടുക്കുന്നത് ഓറഞ്ച് പീലാണ്. ഓറഞ്ച് പീൽ ഞാൻ യൂസ് ചെയ്യുന്നത് ആൽഫ് ഗുഡ്നസിൻ്റെ ഓറഞ്ച് പീൽ പൗഡറാണ്. ഈ ഓറഞ്ച് പീൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഓറഞ്ച് പീലാണ് കുറച്ചും കൂടി നല്ലത്. എനിക്കതൊന്നും ഉണ്ടാക്കാനുള്ളൊരു അവസരം ഞാൻ ഭയങ്കര മടിച്ചാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ മുറിച്ച് കഴിക്കുന്നൊരു മടി കൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാറില്ല. വീട്ടിൽ പോകുമ്പോൾ മാത്രം ഫ്രൂട്ട്സ് കഴിക്കാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഓറഞ്ചിൻ്റെ പീൽ കിട്ടാറില്ല. അതുകൊണ്ട് എനിക്ക് പീൽ പൗഡർ ഉണ്ടാക്കാൻ പറ്റാറില്ല. അപ്പോൾ ആൽപ്സ് ഗുഡ്നസിന് എനിക്ക് തോന്നുന്നു 100% പ്യുവർ നാച്ചുറൽ, കെമിക്കൽ ഫ്രീ, പെസ്റ്റിസൈഡ്സ് ഫ്രീ, പ്രിസർവേറ്റീവ് ഫ്രീ, നോ അനിമൽ ടെസ്റ്റിംഗ് ഒക്കെയാണ്. സോ ഐ ഗെസ് ഇറ്റ്സ് ഗുഡ്. എൻ്റെ മുഖത്ത് എന്തായാലും എഫക്ട്സ് വരുന്നുണ്ട്. സോ ഐ ആം യൂസിങ് ഇറ്റ്. അപ്പോൾ ആൽപ്സ് ഗുഡ്നസിൻ്റെ ഓറഞ്ച് പീൽ പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ തേർഡായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കറുവപ്പട്ടയുടെ പൊടിയാണ്. അപ്പോൾ ഇത് നാച്ചുറലാണ് 100%. കാരണം ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണ്. കറുവപ്പട്ട വാങ്ങിച്ചിട്ട് ഞാൻ പൊടിച്ചതാണ്, ഉമ്മമാനെ കൊണ്ട് പൊടിപ്പിച്ചതാണ്. അപ്പോൾ ഇത് 100% നാച്ചുറലാണ്. അപ്പോൾ ഞാൻ ആപ്സിനെ മാത്രമേ പുറത്തുനിന്ന് ഉപയോഗിക്കുന്നുള്ളൂ. ഓറഞ്ച് പീലും കൂടി എനിക്ക് ഒറിജിനൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ സൂപ്പർ റിസൾട്ട് ആയിരിക്കണം. ബട്ട് ഐ ഗെസ് ദിസ് ഇസ് ഓൾസോ ലൈക്ക് ആസ് നോർമൽ ആസ് ഒറിജിനൽ ഓൺലി. അപ്പോൾ ഈ ഒരു 3 പ്രൊഡക്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് പാൽ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 3 പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. മുൾട്ടാനി മിട്ടി, പിന്നെ ഓറഞ്ച് പീൽ പൗഡർ, പിന്നെ ഈ ഒരു കറുവപ്പട്ട പൊടിച്ചതിൻ്റെ പൗഡറും കൂടി. ഈ ഒരു 3 സാധനം കൂടിയാണ് നമ്മൾ പാലിലാണ് മിക്സ് ചെയ്യുന്നത്. പാലോ തൈലോ അത് അലർജിക്കാണ്, വെള്ളത്തിലോ മിക്സ് ചെയ്യാം. ഞാൻ പാലിലാണ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് 3 കൂടി മിക്സ് ചെയ്താണ് നമ്മളിത് പരട്ടാൻ പോകുന്നത്. പരട്ടിയിട്ട് ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു. എന്തായാലും ഇത് പരട്ടാം, എനിക്കിടാം, അപ്ലൈ ചെയ്യാം. അപ്പം ആദ്യം തന്നെ ഞാനിൻ്റെ മുടിയൊക്കെ ചെയ്ത് ബാക്കിലോട്ട് വെച്ചിട്ട് ഒരു ബണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലല്ലേ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഈ ബണ്ണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മിക്കവാറും ഞാൻ മാസ്ക് ഇടാൻ യൂസ് ചെയ്യുന്നൊരു ബണ്ണാണ് ഹോസ്റ്റലിലൊക്കെ വെച്ചിട്ട്.
എൻ്റെ പോം ബണ്ണാണ് എൻ്റെ ഫേവറേറ്റ് ബണ്ണാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും പ്രോഡക്റ്റ് ഞാൻ ഓൾറെഡി മിക്സ് ചെയ്തിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളതാണ് ഞങ്ങൾ ഐസ്ക്രീം പെട്ടിലാണ് കൈസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതിങ്ങനെ ഒരു പേസ്ട്രി അല്ല പേസ്റ്റ് ഫോമിലാണ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തെടുക്കാം. അത്യാവശ്യം ഒരു തിക്ക് ലെയർ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ടീഷർട്ട് കണ്ടു ഗൈസ്, വർക്കിനകത്ത് കിട്ടിയത് അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഇതുകൊണ്ട് ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ വീട്ടിൽ ഇങ്ങനത്തെ 5 സാധനങ്ങളാണ് ഞാൻ എപ്പോഴും ഇട്ടിട്ട് നടക്കാറ്. അല്ലാതെ ഞാനങ്ങനെ നൈറ്റ് ഡ്രസ്സ് ഒന്നും വാങ്ങിയിടാറില്ല ഗൈസ്. 5 സാധനങ്ങളാണ് ഞാൻ വീട്ടിലിട്ട് നടക്കാറ്. അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു തിക്ക് ലെയറായിട്ട് തന്നെ ഇത് ചെയ്യണം. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ റെക്കമെൻഡ് ചെയ്തിട്ട് അവളും ഇട്ട് നോക്കിയപ്പോഴും അവൾക്കും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള മെയിനായിട്ട് നമ്മൾ ഒരു പാക്കും ഒരു 1 ടൈം ഇട്ടാൽ നമുക്ക് വലിയ റിസൾട്ട് കാണിക്കില്ല. ആ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പാക്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ലോങ് ലാസ്റ്റിംഗ് ഒന്നും ആകത്തില്ല. എന്തായാലും ഒബ്വിയസ്ലി കുറച്ച് കഴിയുമ്പോൾ അതൊരു ഫെയ്ഡായി പോകും. അപ്പം അതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു റെഗുലർ ബേസിസിൽ അത് യൂസ് ചെയ്യണം. റെഗുലർ ബേസിസിൽ അത് യൂസ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ റിസൾട്ട് ആണ്. അതിപ്പോൾ നിങ്ങൾ ഏത് മാസ്ക് 2 പ്രാവശ്യം ഇട്ടൊക്കെ ഇത് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യരുത്. ഒബ്വിയസ്ലി അതൊരു 5 ടൈംസ് മിനിമം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ഈ നാച്ചുറൽ റെമഡീസ് ഒബ്വിയസ്ലി ഇതൊന്നും കെമിക്കലൊന്നും മിക്സ് ചെയ്യാതെ ഉണ്ടാക്കിയ നമ്മൾ തന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ തക്കാളി മൊത്തത്തേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ടൈം തേച്ചെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളത് ആ ഒരു മാസ്ക് അവിടെ ഡ്രോപ്പ് ചെയ്ത് എന്തായാലും പിന്നെയും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പീരീഡ്സിൽ ഇട്ടുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇടാറ് ഞാൻ റെഗുലർ ബേസിസിലാണ് ഇത് ഇടാറ്. പക്ഷെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും റെഗുലർ ബേസിൽ ഇടാൻ ഞാൻ പറയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്കത് ഇത് ചെയ്യത്തില്ല. ഇപ്പോൾ ഓറഞ്ച് പീൽ പൗഡറൊക്കെ എൻ്റെ ഫ്രണ്ടിനൊക്കെ റെഗുലർ ബേസിൽ ഇട്ട് കഴിഞ്ഞാൽ മുഖം ഡ്രൈ ആവും. ഈവൻ മുൾട്ടാനി മിട്ടി റെഗുലർ ബേസിൽ ഇട്ടാൽ മുഖം ഡ്രൈ ആവുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാരൊക്കെ അങ്ങനെ റെഗുലർ ബേസിൽ ഇടാൻ ഞാൻ പറയത്തില്ല. ബട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇട്ടുകൊണ്ട് എന്തായാലും ഒരു മിറാക്കിളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സോ എന്തായാലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഇടുക. അപ്പോൾ എന്തായാലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. അതിപ്പോൾ ഇപ്പം ഞാൻ പറയുന്ന പാക്കിൽ എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, അതിപ്പോൾ ഏത് പാക്കിലായാലും അതങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇടുക. ഇതിപ്പോൾ കുറച്ചും കൂടി തിക്ക് ലെയറിൽ ഇടണം നിങ്ങൾ. പിന്നെ ആക്നി മാർക്സ് ഒക്കെ ഉള്ള ഒരു സ്പോട്ടിലൊക്കെയാണ് കുറച്ചും കൂടി ഒരു തിക്ക് ലെയർ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്കത് ഇട്ട് കഴിയുമ്പോൾ ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. ദാറ്റ്സ് ഓക്കെ. ഒരു ഓവർ ബേണിങ് സെൻസേഷൻ എന്നല്ല, ഒരു ചെറിയൊരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. അത് കറുവപ്പെട്ട പൗഡറിൻ്റെ ആണ്. പക്ഷെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കിപ്പോൾ അത്രയും കൺസേൺ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും കയ്യിലൊന്ന് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾ പിന്നെ അത് ഫേസിലോട്ട് ഇട്ടാൽ മതി. നമ്മൾ കയ്യിലാണോ ആദ്യം ടെസ്റ്റ് ചെയ്യാറ്. പിന്നെ ഞാനിങ്ങനെ നാച്ചുറൽ റെമഡീസ് ആകുമ്പോൾ അങ്ങനെ കയ്യിലൊന്നും അങ്ങനെ ഇട്ട് നോക്കാറില്ല. ഞാൻ ഡയറക്റ്റ് ഫേസ് അപ്ലൈ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാൻ നിങ്ങളെ നിർബന്ധിക്കത്തില്ല. ഇത് ചെയ്താൽ മതി. അതിനൊരു തിക്ക് ലെയറിൽ തന്നെ നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഞാൻ കണ്ണിൻ്റെ അടിയിലൊക്കെ ഇടും ഗൈസ്. അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനങ്ങനെയാണ്. എനിക്ക് കണ്ണിൻ്റെ അടിയിലും ഗ്ലോ വേണം. അതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ അടിയിലിടും. ഇങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു തിക്ക് ലെയറായിട്ട് എല്ലായിടത്തും എത്തി. ഐ ഹോപ്പ് സോ. ഇതൊക്കെ എത്തി. അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു തിക്ക് ലെയറൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഡ്രൈ ആവുന്നവരെ ഓൾമോസ്റ്റ് മേ ബി ഹാഫ് ആൻ അവർ ഇതെടുക്കും. അപ്പോൾ ഡ്രൈ ആവുന്നവരെ നിങ്ങൾ എന്തായാലും ഇത് കീപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞാലൊരു ചെറിയ ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. അതിൽ കുഴപ്പമില്ല. അപ്പോൾ എന്ന് വെച്ചിട്ട് മുഖം പൊളിച്ചാവാൻ നിങ്ങൾ കഴുകി കളഞ്ഞു കേട്ടോ. എല്ലാവരും സ്കിൻ ടൈപ്പ് ഒന്നും ഒരുപോലെ അല്ലല്ലോ. പിന്നെ നാച്ചുറൽ റെമഡീസ് ആയതുകൊണ്ട് എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐ മീൻ ട്രൈ ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറേ നേരം കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഡ്രൈഡ് അപ്പ് ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണം. പക്ഷേ എനിക്കെന്തോ ക്ഷമയില്ല. ഓൾറെഡി ഹാഫ് ആൻ അവർ ആയി. ഞാൻ പോസ്റ്റ് കുത്തി നിന്ന് മതിയായി. കണ്ടോ ഈ ഒരു ഏരിയ കണ്ടോ, ഇതുപോലെ ആവണം ഫുൾ ഫേസ്. എന്നാലാണ് കുറച്ചും കൂടി എഫക്റ്റ് കിട്ടുക. അത് ഇവിടെയൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്, ഇവിടെ ആയിട്ടുണ്ട്, ഇവിടെ ആയിട്ടുണ്ട്.
ഫുൾ ഫേസ് അങ്ങനെ ആയിട്ടാണ് ആക്ച്വലി ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം സ്റ്റീം ഇടണം, നല്ലോണം സ്റ്റീമിങ് ഈസ്, ഞാൻ സംസാരിക്കുന്നതിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. കാരണം വെച്ചാൽ ഈ ഒരു ഭാഗത്തൊക്കെ ഫുൾ ഇങ്ങനെ ഡ്രൈഡ് അപ്പ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിവേ നമ്മളെന്തായാലും എന്നെ താഴത്തെ പല്ല് മാത്രമാണല്ലോ ഗൈസ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നല്ലോണം സ്റ്റീം ഇടണം. സ്റ്റീമിങ് ഇസ് മൈ ഫേവറേറ്റ് സ്കിൻ കെയർ. സ്റ്റീമിങ് നല്ല വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ഏത് മാസ്ക് ഉണ്ടാക്കി സ്റ്റീം ചെയ്താൽ ഇറ്റ്സ് സോ ഗുഡ്. ഈവൻ ഞാൻ ഫേസ് വാഷ് ഇടുമ്പോൾ മുന്നേ സ്റ്റീം ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ബോട്ടിലിൽ ഞാൻ ഫേസ് വാഷ് ഇടും. ദാറ്റ് ഇസ് ഓൾസോ റിയലി ഹെൽപ്ഫുൾ. സ്റ്റീമിങ് ഇസ് മൈ സീക്രട്ട്. നമുക്ക് എന്തായാലും നല്ലോണം സ്റ്റീം എടുത്തിട്ട് നല്ലോണം സ്റ്റീം എടുത്തിട്ടുണ്ട്, ഒലിച്ച് വരുന്നുണ്ട് ഗൈസ്. ഞാൻ പെട്ടെന്ന് പോയിട്ട് വാഷ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. നല്ലൊരു ഗ്ലോ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിതിപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നിങ്ങളിലും കുറച്ചും കൂടി ഒരു ഗ്ലോ എനിക്ക് ഫീൽ ചെയ്യും. കാരണം ഞാൻ റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇതാണ് എൻ്റെ DIY മാസ്ക്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതെന്തായാലും നല്ല റിസൾട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ പാടുകൾ, പിമ്പിൾ വന്ന് പോയ പാടുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും നല്ലോണം കുറയുന്നുണ്ട്. നല്ലൊരു ഗ്ലോ തന്നെ. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറ ഫിക്സിൽ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് നല്ലൊരു ഡിഫറൻസ് തന്നെ ഉണ്ട്, നല്ലൊരു ഗ്ലോ തന്നെ തരുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ DIY മാസ്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ എന്താണ് DIY മാസ്ക് ആയിട്ട് ചെയ്യുന്നത് അത് എന്നെയും കൂടി പറഞ്ഞാൽ ഞാൻ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് സ്കിൻ കെയർ ട്രൈ ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എന്തായാലും എനിക്കും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഐ വിൽ ഓൾസോ ട്രൈ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ആയിട്ട് അറിയിക്കണം. താങ്ക് യു.